കണ്ണൂരിലെ ത്രികോണ പോരാട്ടം ജനസഭയിലും പ്രതിഫലിച്ചു. കണ്ണൂരിലെ വികസന മുരടിപ്പും CPM-ന്റെ ബോംബ് രാഷ്ട്രീയവും പ്രധാന ചർച്ചാ വിഷയമായി മാറി. കണ്ണൂർ ജനതയുടെ പ്രശ്നങ്ങളോടൊപ്പം ദേശീയ രാഷ്ട്രീയമായിരുന്നു കണ്ണൂരിലെ പ്രധാന ചർച്ച. മോഡി ഗവൺമെന്റിനെ ദേശീയ തലത്തിൽ നേരിടുന്ന ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടെ ഒന്നിച്ച് നിന്നിട്ടല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? NDA പരാജയപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം കേരളത്തിനില്ല. കാരണം അവർ കേരളത്തിലെ ഏറ്റവും ദുർബലമായ മുന്നണിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ NDA ഒരു പ്രശ്നമേ അല്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ സീറ്റിലും രണ്ടാം സ്ഥാനത്ത് വരാനുള്ള കരുത്ത് NDAക്കില്ല. ഒറ്റ കാര്യം EP ജയരാജൻ പറഞ്ഞത് ഇവിടെ മത്സരം ഇടതുമുന്നണിയും NDA ആണെന്നാണ്. അങ്ങനെ EP ജയരാജൻ പറഞ്ഞില്ല. EP ജയരാജൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വ്യക്തമായ നിലക്ക് തന്നെ ഞങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM-ന്റെ പാനൂരിലെ ബോംബ് രാഷ്ട്രീയം BJP ഉന്നയിച്ചത് CPM-നെ പ്രതിരോധത്തിലാക്കി. അവിടെ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കുടിപ്പക നിലനിൽക്കാൻ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല, അയാൾ നിർമ്മിച്ചൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ പാർട്ടി നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സമയത്ത് ബോംബ് നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും അന്യായമാണ്. അതിൽ ആരെല്ലാം കുറ്റവാളികളായാലും അവരെ കൃത്യമായിട്ട് അന്വേഷിച്ച് നിയമത്തിൽ കൊണ്ടുവരണം. മാഷ് പറയുന്ന അക്രമ രാഷ്ട്രീയം കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ മാഷ് പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇവർ സമാധാനത്തിന്റെ മാലാഖമാരാണെന്ന്. എത്രയെത്ര മനുഷ്യന്മാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കാലപുരിക്കയച്ച ഒരു പാർട്ടിയാണ് ഇത് പറയുന്നത്. നിലവിലെ MP സുധാകരനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യമുയർന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും CPM ആണ് അതിൻ്റെ മുതൽക്കൂട്ട്, അവരാണ് അതിൻ്റെ ഫുൾ കുത്തക ഏറ്റെടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കേന്ദ്രമല്ലേ മുഴുവനായിട്ടും ആ വേതനം എത്തിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഭക്ഷണവും എന്ന രീതിയിൽ അരിയും ഭക്ഷ്യധാന്യവും വിതരണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. അത് പിന്നീട് കൊണ്ടുവന്നത് UPA ഗവൺമെന്റിന്റെ കാലത്ത് അത് പേര് മാറ്റിയിട്ട് ഈ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. അന്ന് എത്രയായിരുന്നു കൂലി? 100 രൂപ. ഇന്ന് 343 രൂപയായി. അതിന്റെ പൂർണ്ണമായിട്ടും ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അല്ല, ഞാൻ ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചില്ല. നിങ്ങൾ എനിക്ക് തൊഴിലുറപ്പ് പദ്ധതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ഡിബേറ്റ് വന്നപ്പോൾ SGRY ആദ്യം കേട്ടു. ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഫോൺ എടുത്തു, SGRY അടിച്ചു. ഫസ്റ്റ് പേജ് വിക്കിപീഡിയ ഓപ്പൺ ആയി. ഞാൻ ഇംഗ്ലീഷിലുള്ള വായിക്കാം. ഇറ്റ് വാസ് എ സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം 21st February. പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. വിക്കിപീഡിയയിൽ ഫസ്റ്റത്തെ ലിങ്കിലുള്ളതാണ്. ആരാ സത്യം നമുക്കറിയില്ല. ഇനി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ വിക്കിപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യണം. പ്രാദേശിക വിഷയങ്ങളും ദേശീയ സംഭവങ്ങളും ഒരുപോലെ ചർച്ച ചെയ്താണ് കണ്ണൂരിലെ ജനസഭ അവസാനിച്ചത്. ജനം, കണ്ണൂർ.